ഹലോ വെൽക്കം ബാക്ക് ടു ഹോംഗ്രോൺ റെസിപ്പീസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഈസി ആയിട്ട് നമുക്ക് പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കുക എന്ന റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും പാനിപ്പൂരിയിൽ ഉണ്ടാക്കുന്ന മസാല അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് പാനിപ്പൂരി മസാല എങ്ങനെ തയ്യാറാക്കുക എന്നതാണ്. പൂരി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അഥവാ നമുക്ക് റെഡിമെയ്ഡ് പാക്കറ്റ് കിട്ടുന്നതുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന കുറവാണ്. അപ്പോൾ ഞാനും ഇവിടെ റെഡിമെയ്ഡ് പാക്കറ്റിലാണ് നമ്മൾ പൂരി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ പാനിപ്പൂരിയിലേക്ക് ഇടുന്ന പുളിവെള്ളവും മസാലവും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ പുളിവെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ പുളിവെള്ളം ഉണ്ടാക്കാനായി നമ്മൾ കുറച്ച് പുളിയെടുത്ത് അതിനെ കുറച്ച് വെള്ളത്തിലേക്ക് കുതിർത്ത് വെക്കാം കുറച്ച് സമയം. ആദ്യം നമ്മൾ പുളിവെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ ജ്യൂസ് മെഷീനിൽ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് പുതിന ഇല നല്ലപോലെ വാഷാക്കി ഇതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് നമ്മൾ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ എടുത്ത് ഇതിനൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു നല്ല തിക്ക് പേസ്റ്റാണ് ആയിട്ടുള്ളത്. അതിന് നമ്മൾക്ക് ആ ജ്യൂസ് മെഷീനിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ഇതിലേക്ക് അരിപ്പയിലേക്ക് തന്നെ ഒഴിച്ച് അരിച്ചെടുക്കാം. ഏകദേശം പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ മാത്രം 2 പച്ചമുളക് ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 1 പച്ചമുളക് തന്നെ ധാരാളം മതി. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പുളിവെള്ളം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പാനിപ്പൂരി മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ഉരുളക്കിഴങ്ങാണ് ഉപയോഗിച്ചത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഞാൻ മാഗി മസാലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, പിന്നെ 1/2 ടീസ്പൂൺ ജീരപ്പൊടി, പിന്നെ ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത്. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തെടുക്കാം. സ്മാഷർ വെച്ച് നമ്മൾ നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പ്ലേറ്റിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉപ്പ് ചേർക്കാം. നേരത്തെ ഉപ്പ് ചേർക്കാൻ മറന്നുകൊണ്ട് നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഉപ്പ് ചേർക്കുന്നുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാനിപ്പൂരി മസാലവും റെഡിയാണ്. ഇനി നമ്മൾ ഈ പൂരീസിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ പൂരി ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാ പൂരീസും നമ്മൾ ഒന്നിച്ച് ഇട്ടാൽ അത് പൊന്താനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ.
ഏകദേശം ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ പൂരിയിലേക്ക് വെള്ളവും മസാലവും ആഡ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാനിപൂരി റെസിപ്പി വളരെ സിമ്പിളായിട്ട് അത്യാവശ്യം വീട്ടിലുണ്ടാകുന്ന ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ പാനിപൂരി ഗേൾസിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.